ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഇൻഫിനിറ്റി യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. റീസെൻ്റായിട്ട് കഴിഞ്ഞിട്ടുള്ള PSC എക്സാമൊക്കെ നോക്കുമ്പോൾ വളരെ അപ്ഡേറ്റഡ് ആയിട്ടാണ് കേരള PSC ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കുന്നത്. LSGI മെയിൻസ് എക്സാമിന് പേപ്പർ 1ലും പേപ്പർ 2വിലും ഒരു ക്വസ്റ്റ്യൻ വന്നിരുന്നു. ഒന്നാമത്തത് ഗാന്ധിജിയുടെ ഹരിജൻ യാത്രയുമായിട്ട് റിലേറ്റ് ചെയ്താണ്. രണ്ടാമത്തത് ഗാന്ധിജി ഓൾ ഇന്ത്യ ആൻറ്റി അൺടച്ചബിലിറ്റി ലീഗ് എന്നാണ് സ്ഥാപിച്ചത്. അതുകൊണ്ട് തന്നെ ഇനി വരാൻ പോകുന്ന മിക്ക എക്സാംസിനും ഈ ഒരു ഏരിയയിൽ നിന്ന് നമുക്ക് ക്വസ്റ്റ്യൻസ് പ്രതീക്ഷിക്കാം. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് കംപ്ലീറ്റ് ആയിട്ട് ഇതിൻ്റെ ഒരു ഹിസ്റ്ററി മനസ്സിലാക്കുകയാണ്. ഈ ഒരു ടോപ്പിക്കിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഇതൊരു ഒറ്റ ഇൻസിഡൻറ്റിൽ ഒതുങ്ങി നിൽക്കുന്നതല്ല. ഒന്ന് രണ്ട് കാര്യങ്ങൾ നോക്കിയാലാണ് കംപ്ലീറ്റ് ആയിട്ട് നമുക്കിത് മനസ്സിലാക്കുകയുള്ളൂ. അതിൽ ഒന്നാമത്തേതെന്ന് പറയുന്നത് കമ്മ്യൂണൽ അവാർഡാണ്. പിന്നെ അതുമായി റിലേറ്റ് ചെയ്ത് ഗാന്ധിജിയും അംബേദ്കറും തമ്മിൽ നടത്തിയിട്ടുള്ള പൂന സന്ധി അല്ലെങ്കിൽ പൂന പാക്റ്റ്, അതുപോലെ തന്നെ ഗാന്ധിജിയുടെ ഹരിജൻ ക്യാമ്പയിൻ. അപ്പോൾ ഈ 3 കാര്യങ്ങളും മനസ്സിലാക്കിയാലാണ് നമുക്കിതിൻ്റെ ഓവറോൾ ഒരു വ്യൂ കിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ആദ്യം തന്നെ നമുക്ക് ആ സമയത്ത് ഇന്ത്യയിൽ ഉണ്ടായിരുന്ന ആ ഒരു പൊളിറ്റിക്കൽ സ്റ്റേറ്റസ് എന്താണെന്ന് നോക്കാം. 1927 സൈമൺ കമ്മീഷൻ വന്നിട്ട് തിരിച്ചുപോയി. അപ്പോൾ അതിൽ കോൺഗ്രസും അതുപോലെ തന്നെ നമ്മുടെ നേതാക്കളൊന്നും ഒട്ടും തൃപ്തരായിരുന്നില്ല. അതിനുശേഷമാണ് റൗണ്ട് ടേബിൾ കോൺഫറൻസ് വിളിച്ചു കൂട്ടുന്നത് ബ്രിട്ടനിൽ വെച്ചിട്ട്. അപ്പോൾ ഈ റൗണ്ട് ടേബിൾ കോൺഫറൻസ് 1930, 31, 32 അങ്ങനെ 3 നടന്നത്. അതിൽ സെക്കൻഡ് റൗണ്ട് ടേബിൾ കോൺഫറൻസിൽ ഗാന്ധിജി പങ്കെടുക്കുന്നു. ഗാന്ധിജിയും ആ സമയത്തെ വൈസ്രോയി ആയിരുന്ന ഇർവിനും തമ്മിലുള്ള ഒരു പാക്റ്റ് വഴിയാണ് ഗാന്ധിജി അതിൽ പങ്കെടുക്കുന്നത്. അതിന് കാരണം എന്താണെന്ന് വെച്ചാൽ പാരലലി അല്ലെങ്കിൽ സമാന്തരമായ ആ സമയത്ത് ഇന്ത്യയിൽ എന്ത് സമരമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്? സിവിൽ ഡിസോബീഡിയൻസ് മൂവ്മെൻറ്റ് അല്ലെങ്കിൽ സിവിൽ നിയമലംഘന സമരം ആ സമയത്ത് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ ഇന്ത്യക്കാർക്ക് നമ്മൾ ഇന്ത്യ തിരിച്ചു കൊടുക്കേണ്ടി വരും എന്നൊരു തോന്നൽ ബ്രിട്ടീഷേഴ്സിനുണ്ടായിരുന്നു. അപ്പോൾ എങ്ങനെയും ഈ സമരം ഒന്ന് നിർത്തിവെപ്പിക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഇർവിൻ ഗാന്ധിജിയെ സമീപിക്കുകയും അങ്ങനെ സെക്കൻഡ് റൗണ്ട് ടേബിൾ കോൺഫറൻസിലേക്ക് ഗാന്ധിജിയെ വിളിക്കുകയും ചെയ്യുന്നത്. അങ്ങനെ റൗണ്ട് ടേബിൾ കോൺഫറൻസിലൊക്കെ പങ്കെടുത്തിട്ട് 1932 ഗാന്ധിജി ഇന്ത്യയിൽ തിരിച്ചെത്തി. അപ്പോൾ ഗാന്ധിജി ഇന്ത്യയിൽ തിരിച്ചെത്തുമ്പോൾ വീണ്ടും നമ്മുടെ സിവിൽ നിയമലംഘന പ്രസ്ഥാനത്തിൻ്റെ സെക്കൻഡ് ഫേസാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. സെക്കൻഡ് ഫേസ് എന്ന് പറയാൻ കാരണം ഈ സമരം തുടങ്ങി കുറച്ച് കഴിഞ്ഞപ്പോൾ ഗാന്ധിജി ബ്രിട്ടനിലേക്ക് പോവുകയാണ്. അപ്പോൾ ഗാന്ധിജി ആയിരുന്നു ലീഡർ. അപ്പോൾ ലീഡർ പോകുമ്പോൾ ലീഡറിൻ്റെ ഭാവത്തിൽ എന്താണ്, ആ സമരത്തിന് വലിയ അത്ര സ്ട്രോങ് ആയിട്ടൊന്നും നടന്നില്ല. അപ്പോൾ അതിന് ഗാന്ധിജി തിരിച്ചു വന്ന ശേഷം വീണ്ടും ഈ സിവിൽ നിയമലംഘന പ്രസ്ഥാനം വളരെ ശക്തമായിട്ട് സ്റ്റാർട്ട് ചെയ്യും. അപ്പോൾ ഈ റീസ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ബ്രിട്ടീഷേഴ്സ് എന്ത് ചെയ്യുന്നു വെച്ചിട്ടുണ്ടെങ്കിൽ ഗാന്ധിജിയെ അറസ്റ്റ് ചെയ്യും. അതുപോലെ തന്നെ കോൺഗ്രസിൻ്റെയൊക്കെ പല മുതിർന്ന നേതാക്കളെയും ബ്രിട്ടീഷേഴ്സ് ആ ഒരു സമയത്ത് അറസ്റ്റ് ചെയ്യും. അപ്പോൾ നേതാക്കന്മാരൊക്കെ അറസ്റ്റ് ചെയ്യപ്പെടുമ്പോൾ എന്തായാലും ആ പ്രസ്ഥാനത്തിൻ്റെ ശക്തി കുറയുകയും പിന്നീട് 1934 ഗാന്ധിജി തന്നെ ഈ സിവിൽ ഡിസോബീഡിയൻസ് മൂവ്മെൻറ്റ് ഒഫീഷ്യലി ക്യാൻസൽ ചെയ്യുന്നതായിട്ട് പ്രഖ്യാപിക്കുകയും ചെയ്യും. അപ്പോൾ ഇതാണ് ആ സമയത്തുണ്ടായിരുന്ന ഒരു പൊളിറ്റിക്കൽ ബാക്ക്ഗ്രൗണ്ട് എന്ന് പറയുന്നത്. ഇനി നമുക്ക് നമ്മുടെ വിഷയത്തിലേക്ക് തിരിച്ചു വരാം. ആദ്യം തന്നെ കമ്മ്യൂണൽ അവാർഡും പൂന പാക്റ്റും എന്താണെന്ന് നമുക്ക് നോക്കാം. ഓരോ വട്ടമേശ സമ്മേളനം കഴിഞ്ഞപ്പോഴും കുറേ വാഗ്ദാനങ്ങൾ ബ്രിട്ടീഷേഴ്സ് ഇന്ത്യക്കാർക്ക് നൽകിയിരുന്നു. പ്രധാനമായിട്ടും ഇന്ത്യയെ ചേർത്ത് നിർത്തുക, ഇന്ത്യ പോലത്തെ ഒരു സമ്പന്നമായ ഒരു ലാൻഡ് അവർക്ക് വിട്ടുകളയാൻ താല്പര്യം ഉണ്ടായിരുന്നില്ല. അപ്പം അതിന് വേണ്ടിയിട്ടാണ് ഇതൊക്കെ തന്നുകൊണ്ടിരുന്നത്. അങ്ങനെ ഇന്ത്യക്കാർക്ക് ഗുണം ചെയ്യുമെന്ന വ്യാജേന പക്ഷെ ബ്രിട്ടീഷേഴ്സിൻ്റെ ഡിവൈഡ് ആൻഡ് റൂൾ പോളിസിയുടെ കീഴിൽ വരുന്ന ഒരു സംഭവം തന്നെയാണ് ഈ പറയുന്ന കമ്മ്യൂണൽ അവാർഡ്. 1932 ആഗസ്റ്റ് 16 ബ്രിട്ടീഷ് PM റാംസെ മക്ഡൊണാൾഡാണ് ഇത് പ്രഖ്യാപിക്കുന്നത്. ആ സമയത്ത് ഉണ്ടായിരുന്ന മുസ്ലിംസിനും സിഖ്, ക്രിസ്ത്യൻ ധർമ്മത്തിലൊക്കെ ഉള്ളവർക്ക് ഓൾറെഡി മൈനോറിറ്റി കമ്മ്യൂണിറ്റി ആണെന്ന പേരിൽ സെപ്പറേറ്റ് ഇലക്ടറേറ്റൊക്കെ മുന്നേ തന്നെ അനുവദിച്ചിട്ടുണ്ടായിരുന്നു. ഈ പറയുന്ന കമ്മ്യൂണൽ അവാർഡ് എക്സ്ക്ലൂസീവ്ലി നൽകിയത് ഡിപ്രസ്ഡ് ക്ലാസ്സിലുള്ള ആളുകൾക്കായിരുന്നു. അപ്പം എന്താണ് ഡിപ്രസ്ഡ് ക്ലാസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അൺടച്ചബിൾ ആയിട്ടുള്ളവർ അല്ലെങ്കിൽ ദളിതായിട്ടുള്ള ആ സമയത്ത് ഏറ്റവും താഴെ തട്ടിലുണ്ടായിരുന്ന ജനങ്ങളാണ് ഡിപ്രസ്ഡ് ക്ലാസ് എന്ന് പറയുന്നത്. അപ്പം അവർക്കാണ് ഈ പറയുന്ന കമ്മ്യൂണൽ അവാർഡ് നൽകിയത്. നമുക്കറിയാം 3 വട്ടമേശ സമ്മേളനങ്ങളിലും പങ്കെടുത്തിട്ടുള്ള ഒരു വ്യക്തിയാണ് BR അംബേദ്കർ. അതുപോലെ ഈ ഡിപ്രസ്ഡ് ക്ലാസ് അല്ലെങ്കിൽ ദളിതരായിട്ടുള്ള ആളുകൾക്ക് വേണ്ടി ഏറ്റവും കൂടുതൽ ശബ്ദം ഉയർത്തിയിട്ടുള്ള ഒരു നേതാവ് കൂടിയാണ് അദ്ദേഹം. അദ്ദേഹത്തിൻ്റെ ശക്തമായിട്ടുള്ള റിക്വസ്റ്റിനെ തുടർന്നാണ് സെക്കൻഡ് റൗണ്ട് ടേബിൾ കോൺഫറൻസിന് ശേഷം ഈ കമ്മ്യൂണൽ അവാർഡ് ഡിപ്രസ്ഡ് ക്ലാസ്സിന് വേണ്ടിയിട്ട് പ്രഖ്യാപിക്കുന്നത്. കമ്മ്യൂണൽ അവാർഡ് എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ, ഡിപ്രസ്ഡ് ക്ലാസ്സിലുള്ള ആളുകൾക്ക് സെപ്പറേറ്റ് ഇലക്ടറേറ്റ് അനുവദിക്കുക. അപ്പോൾ എല്ലാവർക്കും ഒരു ഡൗട്ട് വരും, എന്താണ് സെപ്പറേറ്റ് ഇലക്ടറേറ്റ്? ഞാൻ വളരെ സിമ്പിളായിട്ട് പറഞ്ഞുതരാം. ഇന്ന് നമുക്ക് റിസർവേഷൻ ഉണ്ട്, അതായത് SC STയിലുള്ളവർക്ക് അല്ലെങ്കിൽ സ്ത്രീകൾക്കൊക്കെ റിസർവേഷൻ ഉണ്ട്. അപ്പോൾ ആ ഒരു മണ്ഡലത്തിൽ എന്താണ്, ആ റിസർവേഷൻ കാറ്റഗറിയിലുള്ള മത്സരാർത്ഥിയാണ് മത്സരിക്കുക.
പക്ഷെ വോട്ട് ചെയ്യുന്നത് എല്ലാവരുമാണ്. വോട്ട് ചെയ്യുന്ന ആളുകൾ ഈ റിസർവേഷനൊന്നും നോക്കിയല്ല വോട്ട് ചെയ്യുന്നത്. വോട്ട് ചെയ്യാൻ നമുക്ക് അതിനുള്ള യൂണിവേഴ്സൽ അഡൽട്ട് ഫ്രാഞ്ചൈസിൻ്റെ കീഴിൽ വരുന്ന എല്ലാവർക്കും വോട്ട് ചെയ്യാം. പക്ഷേ സെപ്പറേറ്റ് ഇലക്ട്രേറ്റിൻ്റെ പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മത്സരാർത്ഥിയും അതുപോലെ തന്നെ വോട്ട് ചെയ്യുന്നവരും ഈ പറയുന്ന റിസർവേഷനിലെ കാറ്റഗറിയിലാണ് വരിക. സെപ്പറേറ്റ് ഇലക്ട്രേറ്റിൻ്റെ വേറൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ജനസംഖ്യാനുപാതികമായിട്ടാണ് പ്രഖ്യാപിച്ചിരുന്നത്. അപ്പോൾ ജനസംഖ്യാനുപാതികമായിട്ട് എല്ലാ ക്ലാസ്സിൽ നിന്നുള്ള പ്രതിനിധികൾ ഹൗസിലേക്ക് എത്തണം എന്നുള്ളൊരു ലക്ഷ്യത്തോടു കൂടിയാണ് ഇത് ആ സമയത്ത് പ്രഖ്യാപിച്ചിരുന്നത്. ഈ കമ്മ്യൂണൽ അവാർഡിനെ ഗാന്ധിജി വളരെ ശക്തമായിട്ട് എതിർത്തിരുന്നു. കാരണം ആ സമയത്ത് ദളിത് അല്ലെങ്കിൽ അൺടച്ചബിൾസ് എന്നൊക്കെ പറയുന്നവർ ഹിന്ദുവിസം തന്നെ ഫോളോ ചെയ്തിരുന്നവരാണ്. അപ്പോൾ അവർക്ക് സെപ്പറേറ്റ് ഇലക്ട്രേറ്റ് കൊണ്ടുവരുമ്പോൾ ഹിന്ദുക്കൾക്കിടയിൽ ഡിവൈഡ് ആൻഡ് റൂൾ പോളിസിയാണ് ബ്രിട്ടീഷേഴ്സ് ഉദ്ദേശിക്കുന്നതെന്നാണ് ഗാന്ധിജി പറഞ്ഞത്. അതുപോലെ തന്നെ ഗാന്ധി സോ കമ്മ്യൂണൽ അവാർഡ് ആസ് ആൻ അറ്റാക്ക് ഓൺ ഇന്ത്യൻ യൂണിറ്റി ആൻഡ് നാഷണലിസം. കൂടാതെ ഈ അൺടച്ചബിളിനെ സെപ്പറേറ്റ് ആയിട്ട് കൊണ്ടുപോകുമ്പോൾ എന്താണ്, ഈ പറയുന്ന അൺടച്ചബിലിറ്റിയെ സമൂഹത്തിൽ നിന്ന് ഒരിക്കലും അബോളിഷ് ചെയ്യാൻ പറ്റില്ല എന്നാണ് അദ്ദേഹം ശക്തമായിട്ട് വിശ്വസിച്ചിരുന്നത്. അതുകൊണ്ടാണ് ഈ സെപ്പറേറ്റ് ഇലക്ട്രേറ്റിനെയും കമ്മ്യൂണൽ അവാർഡിനെയും ഒക്കെ ഗാന്ധിജി എതിർത്തത്. നേരത്തെ നമ്മൾ പൊളിറ്റിക്കൽ ബാക്ക്ഗ്രൗണ്ട് പറഞ്ഞു സെക്കൻഡ് റൗണ്ട് ടേബിൾ കോൺഫറൻസിന് ശേഷം ഗാന്ധിജി തിരിച്ചു വരും. ആ സമയത്ത് സിവിൽ ഡിസോബീഡിയൻസ് മൂവ്മെൻറ്റിൻ്റെ സെക്കൻഡ് ഫേസ്. ഈ സമയത്ത് ഗാന്ധിജിനെ അറസ്റ്റ് ചെയ്തു എന്ന് പറഞ്ഞു. അങ്ങനെ അറസ്റ്റ് ചെയ്ത് ഗാന്ധിജി യർവാഡ ജയിലിലാണ് പാർപ്പിച്ചിരുന്നത്. ഈ പൂനെയിലെ യർവാഡ ജയിലിൽ വെച്ചിട്ട് അദ്ദേഹം കമ്മ്യൂണൽ അവാർഡിനെതിരെ മരണം വരെ നിരാഹാര സത്യാഗ്രഹം എടുക്കുകയാണ് ചെയ്തത്. പക്ഷേ ജയിലിൽ വെച്ചിട്ട് ഗാന്ധിജി നിരാഹാര സത്യാഗ്രഹം സ്റ്റാർട്ട് ചെയ്തപ്പോൾ ബ്രിട്ടീഷേഴ്സിന് പേടിയായി. അവർ അംബേദ്കറിനോട് പറയുകയാണ് ഗാന്ധിജിയായിട്ട് ചർച്ച ചെയ്തിട്ട് ഈ സത്യാഗ്രഹമൊക്കെ അവസാനിപ്പിക്കണമെന്ന്. പക്ഷെ ആദ്യം അംബേദ്കർ തയ്യാറായില്ല. കാരണം അദ്ദേഹം പറഞ്ഞത് ഇതൊരു പൊളിറ്റിക്കൽ ബ്ലാക്ക് മെയിലിന് തുല്യമാണ്. ഓരോരുത്തരുടെയും വ്യൂ പോയിന്റ് ഡിഫറെൻ്റ് ആണ്. കാരണം അംബേദ്കർ വിശ്വസിച്ചിരുന്നത് ഇങ്ങനെ സെപ്പറേറ്റ് ഇലക്ട്രേറ്റ് കൊണ്ടുവരാണ്ട് ഒരിക്കലും ഈ ഡിപ്രസ്ഡ് ക്ലാസ്സിൽ നിന്നുള്ള ആളുകളുടെ പ്രതിനിധികൾ ഹൗസിലേക്കൊന്നും എത്തില്ല. കാരണം ഇപ്പം നമ്മൾ അവർക്ക് റിസർവേഷൻ കൊടുത്താലും അവർക്ക് വേണ്ടി വോട്ട് ചെയ്യാൻ ഹയർ കാസ്റ്റിലുള്ള ആളുകളൊന്നും വരണമെന്നില്ല. അവർ വോട്ട് ചെയ്യേണ്ടെന്ന് ചിലപ്പോൾ തീരുമാനിക്കും. അപ്പോൾ അവരുടെ പ്രതിനിധികൾ ഒരു കാലത്തും ഹൗസിലേക്ക് എത്തില്ല എന്നൊരു വ്യൂ പോയിൻ്റാണ് അംബേദ്കറിന് ഉണ്ടായിരുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് അദ്ദേഹം അവർക്ക് റെപ്രസെൻറ്റേഷൻ വേണം, അതുപോലെ കമ്മ്യൂണൽ അവാർഡ് വേണമെന്നൊക്കെ നിർബന്ധിച്ചത്. അപ്പോൾ ഗാന്ധിജിയുടെ നിരാഹാരം ഒരു തരത്തിൽ പൊളിറ്റിക്കൽ ബ്ലാക്ക് മെയിൽ ആണെന്ന് പറഞ്ഞിട്ട് അംബേദ്കർ ആദ്യം ഒഴിഞ്ഞു മാറുകയാണ് ചെയ്തത്. പക്ഷേ പിന്നീട് ബ്രിട്ടീഷേഴ്സ് വീണ്ടും നിർബന്ധിക്കുമ്പോൾ അദ്ദേഹം ഗാന്ധിജിയായിട്ട് ഒരു കൂടിക്കാഴ്ച നടത്തി, ഒരു ചർച്ചയൊക്കെ നടത്തി. അങ്ങനെ ഗാന്ധിജിയുടെയും അംബേദ്കറിൻ്റെയും ഇടയിൽ വന്നിട്ടുള്ള ഒരു സന്ധിയാണ് പൂന സന്ധി അല്ലെങ്കിൽ പൂന പാക്ട് എന്ന് പറയുന്നത്. അങ്ങനെ 1932 സെപ്റ്റംബർ 24 ഗാന്ധിജിയുടെയും അംബേദ്കറിൻ്റെയും ഇടയിൽ പൂന സന്ധി സൈൻ ചെയ്യപ്പെടുന്നത്. ആ സമയത്ത് ഗാന്ധിജി ജയിലിലായതുകൊണ്ട് തന്നെ ഗാന്ധിജിക്ക് പകരം മദൻ മോഹൻ മാളവ്യയാണ് ഈ പാക്റ്റിൽ അംബേദ്കറോടൊപ്പം സൈൻ ചെയ്തത്. 3 കാര്യങ്ങളാണ് പൂന പാക്റ്റിൽ ഗാന്ധിജി മുന്നോട്ട് വെച്ചത്. അതിലൊന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രൊവിൻസിലൊക്കെ ഡിപ്രസ്ഡ് ക്ലാസ്സിനുള്ള റിസർവേഷൻ 71 നിന്ന് 148 ഉയർത്താം. അത് 19% ഓഫ് ദ ടോട്ടൽ സെൻട്രൽ ലെജിസ്ലേച്ചറാണ്. അതുപോലെ തന്നെ ഈ പറയുന്ന ഡിപ്രസ്ഡ് ക്ലാസ്സിന് പ്രൊവിൻഷ്യൽ ലെവലിൽ പ്രത്യേക ഫണ്ടൊക്കെ ഗ്രാൻഡൊക്കെ അനുവദിച്ചിട്ട് അവരുടെ എഡ്യൂക്കേഷൻ ഫെസിലിറ്റീസ് വർദ്ധിപ്പിക്കുക. അപ്പോൾ അവർക്ക് വിദ്യാഭ്യാസം വരുമ്പോൾ തന്നെ മുന്നോട്ട് വരാനുള്ളൊരു സാധ്യത ഉണ്ടാവും. മൂന്നാമത്തെ കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഗാന്ധിജി ആ സമയം വരെ പൊളിറ്റിക്സിലാണ് കോൺസെൻട്രേറ്റ് ചെയ്തിരുന്നത്. അപ്പോൾ ഈ ഒരു സമയത്ത് അദ്ദേഹം ജയിലിൽ വെച്ചിട്ട് തീരുമാനിക്കുന്നു പൊളിറ്റിക്സിൽ നിന്നൊക്കെ ഒഴിഞ്ഞു മാറിയിട്ട് സോഷ്യൽ റീഫോമിന് വേണ്ടിയിട്ട് കൂടുതൽ സമയം സ്പെൻഡ് ചെയ്യാമെന്ന് അദ്ദേഹം തീരുമാനിക്കുകയാണ് ഉണ്ടായത്. അങ്ങനെ പൂന പാക്ട് വാസ് അക്സെപ്റ്റഡ് ബൈ ബ്രിട്ടീഷ് ഗവൺമെൻറ് ആസ് ആൻ അമെൻമെൻറ്റ് ടു കമ്മ്യൂണൽ അവാർഡ്. കമ്മ്യൂണൽ അവാർഡിന് പകരമായിട്ട് പൂന സന്ധി ബ്രിട്ടീഷ് ഗവൺമെൻറ് അംഗീകരിക്കുകയാണ് ഉണ്ടായത്. പൂന സന്ധിയിലെ 3ാമത്തെ പോയിന്റിനെ കുറിച്ചിട്ട് നമ്മൾ പറഞ്ഞു. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഗാന്ധിജി എല്ലാ രാഷ്ട്രീയ പ്രവർത്തനങ്ങളിൽ നിന്നും പിന്മാറി. ജയിലിൽ വെച്ചിട്ട് 1932 സെപ്റ്റംബറിൽ അദ്ദേഹം ഓൾ ഇന്ത്യ ആൻറ്റി അൺടച്ചബിലിറ്റി ലീഗ് സ്റ്റാർട്ട് ചെയ്തു. ഈ പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ടാണ് 1933 ജനുവരി തുടങ്ങി ഹരിജൻ എന്നൊരു വാരിക പ്രസിദ്ധീകരിക്കാനായിട്ട് അദ്ദേഹം തുടങ്ങിയത്. ജയിലിൽ നിന്ന് റിലീസായ ശേഷം അദ്ദേഹത്തെ വാർധയിലെ സത്യാഗ്രഹ ആശ്രമത്തിലേക്കാണ് കൊണ്ടുപോയത്. അവിടെ എത്തിയതിനു ശേഷം ഹരിജനങ്ങൾക്കുള്ള ക്യാമ്പയിൻ സ്റ്റാർട്ട് ചെയ്തു. ഈ ഹരിജൻ ക്യാമ്പയിനിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നായിരുന്നു ഹരിജൻ യാത്ര സംഘടിപ്പിച്ചത്. വാർധയിൽ നിന്ന് അദ്ദേഹം ഈ ഒരു ഹരിജൻ യാത്ര നവംബർ 1933 സ്റ്റാർട്ട് ചെയ്തു. തുടർന്ന് 1934 ജൂലൈ വരെ ഈ യാത്ര തുടർന്നു. ഇന്ത്യയിൽ ഏകദേശം 20,000 കിലോമീറ്റർ അല്ലെങ്കിൽ 12,504 മൈൽ
രാജ്യവ്യാപകമായിട്ട് അദ്ദേഹം കവർ ചെയ്തു. ഈ ഒരു യാത്രയുടെ ഭാഗമായിട്ട് അദ്ദേഹം കേരളത്തിലും വന്നിട്ടുണ്ടായിരുന്നു. 1934 മലബാറിൽ ഗാന്ധിജി എത്തി. പിന്നെ ഗാന്ധിജിയുടെ പ്രസംഗത്തിന് ശേഷം വളരെ ഇൻസ്പയർഡ് ആയിട്ട് കൗമുദി എന്ന് പറയുന്ന ഒരു കൊച്ചുകുട്ടി തൻ്റെ സ്വർണ്ണാഭരണങ്ങളൊക്കെ ഊരിക്കൊടുത്ത കഥയൊക്കെ നമ്മൾ ചെറുപ്പത്തിലൊക്കെ വായിച്ചിട്ടുള്ളതാണ്. അപ്പം ഈ ഒരു യാത്രയുടെ ഭാഗമായിട്ട് അദ്ദേഹം ഹരിജനങ്ങൾക്ക് വേണ്ടി ഫണ്ട് സമാഹരിച്ചത് പ്രധാനമായിട്ടും ഹരിജൻ സേവാ സംഘം എന്ന പേരിൽ 1932 ഒരു സേവാ സംഘം അദ്ദേഹം സ്റ്റാർട്ട് ചെയ്തിരുന്നു. ഈ ഹരിജൻ സേവാ സംഘത്തിൻ്റെ പ്രധാന ലക്ഷ്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഹരിജൻസ് അല്ലെങ്കിൽ ഡിപ്രസ്ഡ് ക്ലാസ്, അൺടച്ചബിൾ ആയിട്ടുള്ള ആളുകൾക്കൊക്കെ പ്രധാനമായിട്ടും നല്ല എഡ്യൂക്കേഷൻ കൊടുക്കുക, അവരുടെ ജീവിത സാഹചര്യം മെച്ചപ്പെടുത്തുക, അവർക്ക് നല്ല സോഷ്യൽ സപ്പോർട്ട് കൊടുക്കുക, അവർക്ക് നല്ല ജോലി കണ്ടെത്തുന്നതിനുള്ള മാർഗങ്ങൾ ഉണ്ടാക്കി കൊടുക്കുക, നല്ല ഹെൽത്ത് സർവീസ് പ്രൊവൈഡ് ചെയ്യുക. അപ്പം ഇതിനൊക്കെ വേണ്ടി പ്രവർത്തിച്ചിരുന്ന ഒരു സംഘമാണ് ഹരിജൻ സേവാ സംഘ്. അപ്പം അതിലേക്കുള്ള ഫണ്ട് കണ്ടെത്തുന്നതിന് കൂടിയാണ് ഈ ഹരിജൻ യാത്ര അദ്ദേഹം ചെയ്തത്. ഈ പറയുന്ന അൺടച്ചബിലിറ്റി സമൂഹത്തിൽ നിന്ന് തുടച്ചു മാറ്റുന്നതിൻ്റെ പ്രാധാന്യം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് 2 തവണ അദ്ദേഹം നിരാഹാര സത്യാഗ്രഹം അനുഷ്ഠിച്ചു. മെയ് 8-നും ആഗസ്റ്റ് 16-നും 1934 അദ്ദേഹം ഇങ്ങനെ നിരാഹാര സത്യാഗ്രഹം അനുഷ്ഠിക്കുന്നത്. പലപ്പോഴും ഹയ്യർ കാസ്റ്റിലുള്ള ആളുകൾക്കൊന്നും, അല്ലെങ്കിൽ ആ സമയത്ത് നമ്മൾ പറയുക സനാതൻ ഹിന്ദുസ്, അവർക്കൊന്നും ഗാന്ധിജിയുടെ ഈ നിലപാടിനോട് ഒട്ടും താല്പര്യം ഉണ്ടായിരുന്നില്ല. പലപ്പോഴും ഈ ഹയർ ക്ലാസ്സിലുള്ള ആളുകൾ ഗാന്ധിജിയെ ആക്രമിക്കുന്നതിന് വരെ തുനിഞ്ഞിട്ടുണ്ട്. അദ്ദേഹം പല സമ്മേളനങ്ങൾക്കൊക്കെ പോകുമ്പോൾ അദ്ദേഹത്തിനെതിരെ കറുത്ത കൊടിയൊക്കെ കാണിച്ച് പ്രതിഷേധിച്ചു. കൂടാതെ അദ്ദേഹം സഞ്ചരിച്ച കാറിനെതിരെ ബോംബെറിഞ്ഞ് പ്രതിഷേധം വരെ. അപ്പം അത്രയും എക്സ്ട്രീം ലെവലിലുള്ള പ്രതിഷേധം അദ്ദേഹം നേരിടേണ്ടി വന്നിരുന്നു. പക്ഷെ ഗാന്ധിജി വിശ്വസിച്ചിരുന്നത് എവ്രി വൺ റിഗാർഡ്ലെസ് ഓഫ് ദിയർ ബർത്ത് ആൻഡ് സോഷ്യൽ സ്റ്റേറ്റസ് ഷുഡ് ബി ട്രീറ്റഡ് വിത്ത് ഡിഗ്നിറ്റി ആൻഡ് റെസ്പെക്റ്റ്. അതായത് അൺടച്ചബിലിറ്റി പോലുള്ള പല നെഗറ്റീവ് ഇതും നമ്മുടെ സൊസൈറ്റിയിൽ നിന്ന് തുടച്ചു മാറ്റണമെന്ന് അദ്ദേഹം വളരെയധികം ആഗ്രഹിച്ചിരുന്നു. ഗാന്ധിജിയുടെ ഹരിജൻ ക്യാമ്പയിൻ കൊണ്ട് പ്രധാനമായിട്ടും 1-2 ഇമ്പാക്റ്റ് കൂടി ഉണ്ടായിരുന്നു. കാരണം ഹരിജൻസ് അല്ലെങ്കിൽ അൺടച്ചബിൾ പീപ്പിൾ അവരൊക്കെ എന്താണ് ഏറ്റവും താഴെ കടയിലുള്ള ആളുകളായിരുന്നു. അവർക്ക് ഈ നാഷണലിസ്റ്റ് മൂവ്മെൻറ്റിനെ കുറിച്ചിട്ടോ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടണോ അതിനെക്കുറിച്ചൊന്നും വലിയ അവബോധം ഉണ്ടായിരുന്നില്ല. അവർക്ക് ജോലി ചെയ്യുക, എന്തെങ്കിലും കൂലി കിട്ടുകയാണെങ്കിൽ അന്നന്നത്തെ അന്നത്തിനുള്ളതായി, അത്രയും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഗാന്ധിജിയുടെ ക്യാമ്പയിൻ്റെ ഭാഗമായിട്ട് ഇങ്ങനെ നാഷണലിസം എന്നുള്ളൊരു സംഭവം ഉണ്ടെന്ന് അവർക്ക് മനസ്സിലാവുകയും അവരും അവരുടെ കോൺട്രിബ്യൂഷൻ ടുവേർഡ്സ് നമ്മുടെ ഇന്ത്യൻ നാഷണൽ മൂവ്മെൻറ്റിന് വേണ്ടിയിട്ട് നൽകുകയും ചെയ്തു. അതുപോലെ തന്നെ ഗാന്ധിജി ബിലീവ് ചെയ്തിരുന്നത് ഈ ഒരു ക്യാമ്പയിൻ ഒരിക്കലും ഒരു പൊളിറ്റിക്കൽ മൂവ്മെൻ്റ് ആയിരുന്നില്ല. അദ്ദേഹം പറഞ്ഞത് ദിസ് ഈസ് ടു പ്യൂരിഫൈ ഹിന്ദുയിസം ആൻഡ് ഹിന്ദു സൊസൈറ്റി. ഹിന്ദു സൊസൈറ്റിക്ക് ഇടയിലുണ്ടായിരുന്ന ഉച്ചനീചത്വങ്ങൾക്കെതിരെയാണ് ഈ ഒരു ക്യാമ്പയിൻ എന്നാണ് അദ്ദേഹം വിശ്വസിച്ചത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് പ്രധാനമായിട്ടും ഗാന്ധിജിയുടെ ഹരിജൻ ക്യാമ്പയിൻ്റെ കീഴിൽ വരുന്നത്. അപ്പോൾ നമ്മൾ സ്റ്റാർട്ടിങ്ങോടെ മനസ്സിലാക്കി കമ്മ്യൂണൽ അവാർഡ്, അംബേദ്കറും ഗാന്ധിജിയും തമ്മിൽ വന്ന പൂന പാക്റ്റ്, പിന്നെ അതിനുശേഷം അദ്ദേഹം തുടങ്ങിയ ആൻറ്റി അൺടച്ചബിലിറ്റി ലീഗ്, അതുപോലെ തന്നെ ഹരിജൻ സേവാ സംഘ്, ഹരിജൻ യാത്ര, ഇതെല്ലാം കൂടി കൂട്ടി ഹരിജൻ ക്യാമ്പയിൻ. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. താങ്ക് യു.